എൻ്റെ പേര് ജെമിനി ബെന്നി. ഞാൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2018 നവംബർ മാസം 25-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തതാണ്. 2019 മാർച്ച് മാസം ഞാനിവിടെ വന്ന് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ കടബാധ്യതകളുണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ 2 സ്ഥലം വിറ്റ് ആ കടബാധ്യതയെല്ലാം മാറ്റി തന്ന് അമ്മ മാതാവ് ഞങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അതുപോലെ ഇതെൻ്റെ മൂത്ത മോനാണ്. മോന് ബിടെക്കിന് പാസ്സാകാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അവന് സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്ത് അവൻ ബിടെക്ക് പാസ്സായി. അതുപോലെ രണ്ടാമത്തെ മോന് ഡിഗ്രി പാസ്സാകാൻ വേണ്ടിയും ഉടമ്പടി വെച്ചിരുന്നു. അത് പാസ്സായി. മോള് +2 പഠിക്കുകയായിരുന്നു. മോൾക്ക് +2 നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. അവൾക്ക് 90% എടുത്ത് മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അവളെ ഫാഷൻ ഡിസൈനിങ്ങിന് വിടാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അവൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കൊച്ചിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാൻ വേണ്ടി അവൾ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. 1,60,000 രൂപ ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പം മോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അവിടെ തന്നെ കിട്ടണമെന്ന്. അപ്പം ഞാനൊരു പറഞ്ഞു അവളോട്, ഒരു കാര്യം ചെയ്യുക, അവിടെ നിന്ന് കിട്ടിയ ആ ബ്രോഷർ കൊണ്ടുപോയി നീ മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക. നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ, നീ അവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാതാവ് നിനക്ക് നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് വേറെ കോളേജിലൊക്കെ കൊടുത്തു. അവൾക്ക് നിർമ്മല കോളേജിൽ BA എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടി. പക്ഷേ അതിന് മുമ്പ് തന്നെ അതിന് ഒരു ദിവസം മുമ്പ് ഇവള് ആഗ്രഹിച്ച കോളേജുകാർ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് ആ ഫീസൊക്കെ പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനുള്ള അവസരം അവർ തന്നു. അങ്ങനെ അവിടെ കയറി ഇപ്പോൾ ആ കോഴ്സ് പൂർത്തിയായി അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിലേക്കൊക്കെ ആയിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഒത്തിരിയേറെ ഈ സമയത്തിലൂടെ ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞുള്ള സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കുറേയേറെ കടങ്ങളെല്ലാം വീട്ടാൻ ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹം തന്നു. പിന്നെ ഇതെൻ്റെ മൂത്ത മോനാണ്. മോന് 2021 ഡിസംബർ മാസം 11-ാം തീയതി ചെറിയൊരു ജലദോഷവും തലവേദനയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് മരുന്ന് മേടിച്ചു. അപ്പോൾ വൈറൽ ഫീവർ ആയിരിക്കും എന്നും പറഞ്ഞ് അവർ മരുന്ന് തന്നു. പക്ഷേ 2 ദിവസമായിട്ട് ഇവൻ്റെ തലവേദന മാറുന്നില്ല. മരുന്നെല്ലാം ഇട്ട് ട്രിപ്പ് ഇട്ടു. പക്ഷേ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ രാത്രി 1 മണി വരെ അവിടെ കിടത്തിയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ വിളിക്കുമ്പോൾ ഇവൻ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. ചെറിയ കുട്ടികളെ വിളിക്കുന്ന പോലെ വിളിക്കുമ്പോൾ ഒന്ന് നോക്കും, വീണ്ടും തല കുമ്പിട്ടിരിക്കും. ഞാൻ പറയുന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല. ചോദിക്കുമ്പോൾ തലവേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ തലയൊന്നാട്ടി കാണിക്കും. അപ്പം ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന വെച്ച് അത് കേട്ടോണ്ട് യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ അടുത്ത് കിടക്കുവാണ്. അപ്പോൾ കുറേ സമയമായിട്ട് ഇവൻ എണീക്കുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവറിൻ്റെ ആയതുകൊണ്ട് ക്ഷീണം കാണും, അതുകൊണ്ട് നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കൊടുത്താൽ മതി, അവൻ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ അത് മേടിച്ച് കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ഛർദ്ദിക്കും. ഇവനോട് ഒരു കാര്യം ചോദിച്ചാലും ഇവനത് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊന്നും കൂടെ ട്രിപ്പ് ഇട്ടു. തലവേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടും തലവേദന മാറുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം വീണ്ടും ഇവൻ ഡബിൾ വിഷൻ കാണാൻ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞു ചിലപ്പം വൈറൽ ഫീവർ തലയ്ക്ക് പിടിച്ച് മെനിഞ്ചൈറ്റീസ് പോലെ എന്തെങ്കിലും ആയതായിരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു MRI എടുത്ത് നോക്കാം, അതിന് സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രി അവിടെ കിടന്നപ്പോൾ ചെറുതായിട്ടൊരു കുറവുണ്ട്. അപ്പോൾ അവർ പിറ്റേ ദിവസമാണ് MRI എടുത്തത്. MRI എടുത്തപ്പം MRI എടുക്കുന്ന സമയത്തെല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. MRI എടുത്തപ്പോൾ അവർ പറഞ്ഞു ബ്രെയിനകത്തൊരു മുഴയുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, നാളെ തന്നെ ചെയ്യണം. നാളെ ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ തന്നെ ഇതും ചെയ്യണം. എന്തെങ്കിലും ഇവനിപ്പം നിൽക്കുന്ന സ്റ്റേജ് നിങ്ങൾ കണക്കാക്കണ്ട, എപ്പോൾ വേണേലും ഈ സ്റ്റേജ് മാറാം, അതുകൊണ്ട് എപ്പോൾ ചെയ്യാൻ വേണം, അതിന് മുമ്പ് വേണമെങ്കിൽ അതിന് മുമ്പ് ചെയ്യണം, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനും മോളും വീട്ടിലാണ്. ഇവൻ്റെ പപ്പയും അനിയനും കൂടെയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവനെ ഉടൻ തന്നെ അവർ പറഞ്ഞു ICUവിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേ. അപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് ഞാനും മോളും കൂടെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ തന്നെ ഇവനെ ICUവിലേക്ക് മാറ്റി. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവൻ്റെ നെറ്റിയെ ഞാൻ തേച്ച് കൊടുത്തു. എന്നിട്ട് ഇവനെ വേഗം തന്നെ ICUവിലേക്ക് മാറ്റി. രാത്രി മുഴുവനും ഞാനും മോളും കൂടെ ഒരു തുള്ളി പോലും ഉറങ്ങാണ്ടിരുന്ന് ഞങ്ങൾ കൃപാസനത്തിലെ ഈ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പഴയ ഒരു ഉടമ്പടി ധ്യാനം അച്ഛൻ നടത്തിയത് കൂടുക. അപ്പോൾ അതിനകത്ത് അതെടുക്കുമ്പം കിട്ടുന്നത് ഈ യുദ്ധവും നമ്മൾ ജയിക്കും
എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടി ഒരു ധ്യാനമാണ്. അത് ഞാൻ കൂടി വെളുക്കുവോളം അത് തന്നെ കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. അപ്പോൾ രാത്രി ആയപ്പം ഡോക്ടർ പറഞ്ഞു, അവന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാം, കാരണം ഇത് കുറച്ച് സമയം എടുക്കുന്ന സർജറിയാണ്, അതുകൊണ്ട് ഒരു ദിവസം കൂടെ ആണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുക, റൂമിലിരുന്ന് കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ മോളും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളും കൂടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ വേഗം കൃപാസനത്തിലേക്ക് വന്നു. ആ സമയത്ത് ഇവിടെ കൃപാസനം അടച്ചിട്ടിരിക്കുക സാനിറ്റൈസേഷൻ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടുന്ന് ജപമാല ചൊല്ലി വന്ന് ഞങ്ങൾ ഈ പുറത്ത് നിന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മുഴുവൻ സമയവും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ, അവന് സർജറി ഇല്ലാതെ ആക്കുവാണ് എനിക്ക് ഏറ്റവും സന്തോഷം, അതല്ല സർജറി വേണമെന്നുള്ളതാണെങ്കിൽ അമ്മ കൂടെ കാണണേ, അമ്മ തന്നെ അത് ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ സുഗന്ധ അഭിഷേകം രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്യേണ്ടതാ, പിന്നെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്തു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, ആ തിരുവചനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ സമാധാനം വന്നു. അതുവരെ എനിക്കൊട്ടും സമാധാനമില്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട് എപ്പോഴും പിടിക്കുന്നത്, അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കും. അത് താഴെ വയ്ക്കുമ്പോൾ എൻ്റെ ശക്തിയല്ല എനിക്ക് ചോർന്നു പോകുന്ന പോലെ തോന്നുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും സമാധാനമായി. വീണ്ടും ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഇവന് വേണ്ടി ഓപ്പറേഷൻ നടത്തി. 6.5 മണിക്കൂറുണ്ടായിരുന്നു സർജറി. രാവിലെ 9 മണിക്ക് കയറ്റിയിട്ട് വൈകിട്ട് 6 മണി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഞങ്ങളോടൊരു വിവരം ഇവൻ്റെ പറയുന്നത്. ഇവന് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ട് സർജറിയിലൊക്കെ കുറേ റിസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. റിസ്ക് ഉണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ ആ സർജറി എല്ലാം നല്ല സ്റ്റേബിളായിട്ട് പോയി, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സർജറി നടന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, ബ്ലീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു, ബ്ലഡ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ അവനെ വിളിച്ചു, അവൻ്റെ പേര് പറഞ്ഞു, കയ്യും കാലും എല്ലാം അനക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു. 3 ദിവസത്തോളം ICU കിടത്തി. പെട്ടെന്ന് തന്നെ അതുപോലെ 4-5 ലക്ഷം രൂപയോളം ആകുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്ന സമയമല്ലായിരുന്നു. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളും ബന്ധുക്കളും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവർ പറഞ്ഞ അത്രയും പൈസയൊന്നും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്നു. അതുവഴി എൻ്റെ മോൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന അന്ന് തൊട്ട് അവൻ രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഓൺലൈനിൽ കുർബാന കൂടുന്നുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുർബാന കൂടും, തിരുവചനം വായിക്കും, കുറേയും കൂടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ കിട്ടി. അങ്ങനെ മാതാവ് ഞങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അപ്പം എനിക്ക് കുറച്ച് നാൾ അങ്ങനെ പരിസ്ഥിതി അമ്മയുടെ ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ എൻ്റെ മോനെ ഞാൻ ഈ സന്നിധിയിൽ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന്. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ വലത് ബ്രസ്റ്റിലൊരു വേദനയായിരുന്നു. അപ്പം ഞാനൊരു 2-3 ആഴ്ച മുമ്പ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്ന് മാമോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്തു. മാമോഗ്രാം ചെയ്തപ്പം വലത് ബ്രസ്റ്റിൽ പ്രശ്നമില്ല, പക്ഷേ ഇടത് ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്യാനായിട്ട് പോയി നിന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 10,000 രൂപയാണ് ആ ടെസ്റ്റിന്. ആ ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമവും, എത്രയും പൈസ വേണമല്ലോ എന്ന് ഓർത്ത്. എന്നാലും ഞങ്ങൾ തിരിച്ചു പോന്നു, പിന്നെ വരാമെന്നും പറഞ്ഞ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ സമ്മതിക്കത്തില്ല, വേഗം തന്നെ ചെയ്യാൻ പറഞ്ഞ് അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് വീണ്ടും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ കൃപാസനത്തിലെ ഉപ്പെടുത്ത് ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി കാശ് രൂപ എടുത്ത് ഞാൻ എൻ്റെ പാൻറ്റിൽ കുത്തിവെച്ച്. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ചെന്നു, അവർ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് വലിയ കുഴപ്പമൊന്നുമില്ലോ, ബയോപ്സിയുടെ ആവശ്യമില്ല, ഞാനൊന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ നോക്കി വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, ഒരു ഗുളിക തരാം, അതൊരു 3 മാസം കഴിച്ചാൽ മതി, വിറ്റമിൻ ഗുളികയാണ്, അത് കഴിച്ചാൽ മതി, അതെല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ അതും മാറ്റി തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ എനിക്ക് ചുമയായിരുന്നു, മാസങ്ങളായിട്ട് ഡിസംബർ മാസത്തിൽ തുടങ്ങിയ ചുമയാണ്. എനിക്ക് എന്ത് മരുന്ന് കഴിച്ചാൽ കുറേ മരുന്നുകളെല്ലാം മാറി മാറി കഴിച്ചു, പക്ഷേ കുറഞ്ഞില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ മരുന്നാണ് ലാസ്റ്റ് ചെന്ന് കഴിച്ചത്. എന്നിട്ട് വീണ്ടും ഞാൻ ഈ ലാസ്റ്റ് പോകുന്ന സമയത്തിന് മുമ്പെല്ലാം ഞാൻ ഈ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി പ്രാർത്ഥന എല്ലാ പ്രാവശ്യവും ഞാൻ കൂടും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചെൻ്റെ അമ്മയെ ഈ ചുമ എനിക്കൊന്ന് മാറ്റിത്തരണേ, കാരണം ഞാൻ അത്ര ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു രാത്രി സമയങ്ങളിലൊക്കെ ചുമ കാരണം.
ഈ പ്രാവശ്യത്തെ ഉടമ്പടി ധ്യാനവും കൂടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചുമ മാറി.